ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ? അപ്പോൾ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്പി ചിക്കനിൽ പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ ആ മസാല പിടിപ്പിച്ച ചിക്കൻ ഉണ്ടല്ലോ, ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഞാനപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയുടെ മേലെ നമ്മളുടെ ചിക്കൻ നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ അത് തിരിച്ചു മറിച്ചിട്ട് ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. കാരണം ഒരു 15 മിനിറ്റോളം നമുക്കിത് ദമ്മിൽ കിടക്കാനുണ്ട്. അതുകൊണ്ടാണ് ഒരു 1/4 ഭാഗം ആകുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോരിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിനൊരു മസാല ഉണ്ടാക്കണ്ടേ നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 6 സബോള, ചെറിയ സബോള എടുത്തിട്ടുള്ളൂ കേട്ടോ, 6 എണ്ണം. അത് കട്ടി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില, പുതിന എടുത്തിട്ടുണ്ട്. അതിൽ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഞാൻ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ 3 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഒരു തവ അടപ്പത്ത് വെച്ചിട്ട് ഞാനതിൽ നമ്മൾ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയില്ലേ, അതാണ് ഞാൻ എടുത്തേക്കണത് കേട്ടോ. അതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ഇട്ടിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു വിധം നന്നായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇല്ലേ, ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കൂടിയുള്ള അതിട്ട് അതും നന്നായിട്ട് തന്നെ അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൂട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞത് ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റണ വരെ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇട്ടിട്ട് അതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഇളക്കിയിട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരണം. എന്നാലും നമ്മളുടെ ബിരിയാണിയുടെ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനൊരു കാര്യം അതിൽ മറന്നിട്ടുണ്ട്. നമ്മൾ ചിക്കനൊക്കെ ഇടുന്നതിന് മുമ്പ് ആ ഗ്രേവിയിലേക്ക് നമ്മളുടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരില്ലേ അത് അതിൽ ഒഴിക്കണമായിരുന്നു. ഞാനത് മറന്ന് ഇപ്പോഴാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ച് മൂടി വെക്കാം കേട്ടോ. അത് അവിടെ കിടന്ന് വേവട്ടെ. ആ സമയം നമുക്ക് ചോറിലേക്ക് പിന്നെ സബോളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കറിവേപ്പിലയും എല്ലാം കൂടി പൊരിച്ച് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ അരി കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു വട്ടപ്പാത്രം എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പിടണം. ഉപ്പ് കുറച്ച് മുന്തി തന്നെ നിൽക്കണം കേട്ടോ. കുറച്ച് കൂടാനൊന്നും പാടില്ല, എന്നാലും ഇത്തിരി കൂടുതൽ വേണേ. അതിലേക്ക് ഏലക്കായയും കുരുമുളകും പട്ട ഗ്രാമ്പും ഒക്കെ കൂടി ഇട്ടിട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി കുതിർത്ത് വെച്ചേക്കണ അരിയില്ലേ അതിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു ക്യാരറ്റും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കോരി ചൂടാറുന്നതിന് മുമ്പ് ആ ചൂട്ടോടെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണോ ദമ്മിടുന്നത് ആ പാത്രത്തിൽ നമ്മളുടെ ആ മസാല നിരത്തി അതിൻ്റെ മേലെ ചോറ് ഇട്ട് കൊടുക്കുക. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ലെയറായിട്ടും ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചോറ് അടിയിലും നടുക്ക് ഗ്രേവി ആയിട്ടും നമുക്ക് മേലെ ചോറായിട്ടും ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഏറ്റവും മേലെയായിട്ട് മല്ലിയില, പുതിനയില, പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള ഇതുകളില്ലേ സബോളയും ഒക്കെ അതെല്ലാം അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ നെയ്യ് ഒഴിക്കണം. നെയ്യ് നിർബന്ധമായിട്ടും വേണം കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ നമ്മളതിനെ അടച്ച് മൂടുക. മൂടിയിട്ട് അടുപ്പിൽ കൊണ്ടുപോയിട്ട് തീക്കനലെടുത്തിട്ട് നമ്മുടെ മൂടിയുടെ മേലെ ഇടുക. എന്നിട്ട് ഒരു നല്ലൊരു വെയിറ്റ്, അപ്പോൾ
ഉള്ളിമുളകൊക്കെ ചതക്കുന്ന ആയ ചെറിയ ഉരലില്ലേ, എല്ലാ വീട്ടിലും ഉണ്ടാകും അത് അതിൻ്റെ മേലെ വെയിറ്റിന് വെച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ ചോറ് അടുപ്പിൽ നിന്ന് ബിരിയാണി നമുക്ക് ഇറക്കാം. എന്നിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് അതിൽ നിന്ന് എടുത്ത് മാറ്റാം നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഏറ്റവും ടേസ്റ്റി ബിരിയാണിയാണ്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ.